ഇങ്ങനെ വെക്കാം ഞാൻ. ഇത് വേണ്ട, ഇത് വേണ്ടല്ലേ? ഓ, കൊച്ച് എല്ലാം സെറ്റാക്കി തരും അമ്മയ്ക്ക്. എന്നാ മാറ്റി വെക്കാം അല്ലേ ബാക്കിലേക്ക്. ക്ലിയർ? ഇനി നമ്മൾ എന്നാ ഉണ്ടാക്കാൻ പോവാ? ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഐക്കീമ. ഓക്കെ, നമുക്ക് അവിടെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹായ് പറഞ്ഞ നമ്മള്. അപ്പം ഇന്ന് നമ്മള് അടുക്കളയിൽ എന്ന പരിപാടി എന്ന് വെച്ചിട്ട് മറ്റൊന്നുമല്ല, ഒരു അവിൽ മിൽക്ക് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോവുകയാണ്. സമയം എത്ര മണിയാണെന്ന് അറിയാവോ? ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഇപ്പം 11:30 കേസ്. എന്നാലും കുഴപ്പമില്ല അല്ലേ കേസാ? നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാം അല്ലേ? ഇന്ന് അവിൽ മിൽക്ക് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പേഷ്യൻ്റ് കുറച്ച് പഴങ്ങൾ കൊണ്ട് തന്നു. ആഴ്ചയിൽ ഡോക്ടറിന് ഗിഫ്റ്റായിട്ടൊക്കെ കൊണ്ട് കൊടുക്കുന്ന കേട്ടോ. അപ്പം അങ്ങനെ പഴം കൊണ്ടൊക്കെ തന്നപ്പം നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇതുണ്ടോ? ഇത് കുറേ നാളത്തേക്ക് വെയിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഇത് നമ്മുടെ ഇതുണ്ടോ, ബനാന. അപ്പോൾ ഈ ബനാനയും കൊണ്ട് നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ ഓൾറെഡി ഇവിടെ ബനാന പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ബനാന പൊളിച്ച് വെച്ചു. എന്നിട്ട് രസമേടെ അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ? പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, പഞ്ചസാര. അയ്യോ, അതിനകത്ത് വേണ്ട, ഐസ്ക്രീമിനകത്തിനകത്തിന് പഞ്ചസാര. എന്നിട്ട് അമ്മ ഇങ്ങനെ മിക്സ് ചെയ്യും. ഓക്കെ, അമ്മ ഇങ്ങനെ നന്നായിട്ട് ബനാനയും പഞ്ചസാരയും കൂടെ മിക്സ് അപ്പ് ചെയ്യും. ആക്ച്വലി ഡോക്ടർ കൊണ്ടെത്തുന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പഴുത്തമുണ്ട്, അതിനകത്തേക്ക് വെക്കാൻ വേണ്ടി പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചാനോട് പറഞ്ഞു ഐസ്ക്രീം എടുത്തിട്ട് വരണം നമുക്ക് ഇന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കാന്ന്. അത് കാരണം അവിൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള പഴം എടുത്തുകൊണ്ട് വന്നു. പക്ഷെ വീട്ടിൽ വന്നപ്പോഴാണ് പുള്ളിക്കാരൻ ഓർത്തത് അണ്ടിപ്പരിപ്പില്ലെന്ന്. പുള്ളി പോയേക്കുവാ അണ്ടിപ്പരിപ്പ് വാങ്ങാൻ വേണ്ടി. ഓരോ വട്ടേ 11:30 സമയം. പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ല കസമോനെ? ഇതെന്നതാ? ബനാനയാ. നമുക്ക് ബനാനയും അവിൽ മിൽക്കും വെച്ച് കഴിച്ചിട്ടുണ്ടോ? എവിടുന്നാ കഴിച്ചേ? ആന്റി തന്നോ? സക്കീനാന്റിയാ? പുള്ളി കഴിച്ചിട്ടുണ്ടെന്ന് അവിൽ മിൽക്ക്. സക്കീനാന്റി എന്ന് പറയുന്നത് രസമോളുടെ ഡേ കെയറിലെ ആന്റി കേട്ടോ. അപ്പം സക്കീനാന്റി കൊടുത്തതൊക്കെയാണ് രസ പറയുന്നത്. രസേന്റെ അപ്പ എവിടെ പോയെന്നറിയാവോ? എവിടെയാ പോയേ? വേസ്റ്റ് കളയാനല്ല, അണ്ടിപ്പരിപ്പ് വാങ്ങാൻ പോയതാ. നട്ട്സ് വാങ്ങാൻ പോയതാ. അപ്പം ഇവിടെ നമ്മുടെ ഇതുണ്ടോ, എന്താ പേര്, അവല് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ അവല് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴവും റെഡി ആക്കുന്നു. കഴിഞ്ഞോ? അപ്പം അപ്പ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഹെസാ, ബാക്കി പ്രിപ്പറേഷന് വേണ്ടി. അപ്പ വന്നു കഴിയുമ്പോൾ നമ്മള് അവിൽ മിൽക്ക് കംപ്ലീറ്റ് ആക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇതെല്ലാം ജസ്റ്റ് പാലൊഴിക്കണോ? ഓ, കൊച്ചിനറിയാം പാലൊഴിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ പാലൊഴിക്കൂന്ന്. അത് കേട്ടിട്ട് മനസ്സിൽ വെച്ചിട്ടാന്ന് തോന്നുന്നു പാലൊഴിക്കണേന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പ നട്ട്സ് ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബാക്കി പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുവാണ്. ഈ ആഡ് ചെയ്ത് വെച്ച പഴത്തിലേക്ക് നമ്മൾ കുറച്ച് അവലിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാ. ഫുൾ അവലിടാം അല്ലേ സാ? ഫുൾ അവൽ അങ്ങ് ഇട്ടു. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തു. ഫുൾ ഇടണോ? ഓ സോറി, ഫുൾ ഇട്ടേ. അങ്ങനെ പഴവും അവലും കൂടെ മിക്സ് ചെയ്യുന്നു. അങ്ങനെ പഴവും അവലും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്യാൻ പോവാ കേട്ടോ. ആഴ്ചക്ക് ബനാന. അങ്ങനെ പാലും പഴവും അവലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിൽ ഇട്ടിട്ട് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതിടല്ലേ മോനെ, നിലത്തുനിന്ന് എടുക്കരുത് കേട്ടോ. ഇവിടെ എടുത്ത് വെച്ച ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം ഫസ്റ്റ് ഐസ്ക്രീം കുറച്ചിട്ട് കൊടുക്കാം.
അത് കഴിഞ്ഞ ശേഷം കുറച്ച് അവിലും പഴവും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്യാം. ഇത് വീണ്ടും ഫില്ലിംഗ് ആയിട്ട് ഐസ്ക്രീം മേളിലിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് പരീക്ഷണങ്ങളാണ് ഗൈസ്. എന്തോരം സക്സസ് ആകുമെന്ന് അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നമുക്ക് നട്ട്സും കൂടെ ഇങ്ങനെ വിതറി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ആക്ച്വലി ഉണ്ടാക്കി വെച്ച അവിൽ മിൽക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കട്ടെ. കൊള്ളാം, എമ്മി, സൂപ്പർ കേട്ടോ, അടിപൊളിയായിട്ട് ഇരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, വീട്ടിൽ തന്നെ സെറ്റാക്കാൻ വേണ്ടി പറ്റും കേട്ടോ.